മക്കളെ സൃഷ്ടിക്കുമ്പോഴേ പറയാം ബാരിഉൻ നസമ വഖാലിഖുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ. ജീവജാല യുഗ ഖുൽതു വമാ അഖൂൽ, ജിബ്രീലേ ഞാൻ എന്താണ് പറയേണ്ടത്? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ അങ്ങ് പറയണം, അഊദു ബികലിമാതില്ലാഹി താമ്മാതില്ലദീ ലാ യതജാവസുഹുന്ന ബർറും വലാ ഫാജിർ മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ. ബറഅ അതാണ് ഈ ബാരി. മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമാ ശർരി മാ യഅ്റുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർദ് വബറഅ ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر كل طارق يطرق إلا طارقا يطرق بخير يا رحمن. ഇത് നല്ലൊരു ദുആയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ഇതിൽ രണ്ടിടത്ത് വബറഅ, അല്ലാഹുവാണ് ബർഅ ചെയ്തത്, അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. ജിബ്രീൽ തങ്ങൾ വന്ന് പറയുന്നു, നബിയെ പറയണം, അഊദു ബികലിമാതില്ലാഹി താമ്മാത്, അല്ലാഹുവിൻ്റെ പരിപൂർണങ്ങളായ കലിമത്തുകളെ, അല്ലാഹുവിൻ്റെ വചനങ്ങളെ മുൻനിർത്തി ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എങ്ങനത്തെ വചനങ്ങൾ? ലാ യതജാവസുഹുന്ന ബർറും വലാ ഫാജിർ, നല്ല നിലക്ക് ജീവിക്കുന്നവരും ഫാജിറായി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നല്ല നിലക്ക് ജീവിക്കുന്നവരോ തെറ്റായ വഴിയിൽ ജീവിക്കുന്നവരോ ആയ ഒരാൾക്കുമേ മറികടക്കാൻ കഴിയാത്ത അല്ലാഹുവിൻ്റെ പരിപൂർണങ്ങളായ വചനങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, റബ്ബേ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ നീ സൃഷ്ടിച്ച എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ നൽകണം. നീ ഖൽഖ് ചെയ്തത് വദറഅ വബറഅ, നീയായിട്ട് പടച്ചുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന്, വമിൻ ശർരി മാ യൻസിലു മിനസ് സമാ, ആകാശത്ത് നിന്ന് മേലെ നിന്ന് ഇറങ്ങുന്ന ഷർറുകളിൽ നിന്ന്, വമിൻ ശർരി മാ യഅ്റുജു ഫീഹാ, ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന ഷർറുകളിൽ നിന്ന്, വമിൻ ശർരി മാ ദറഅ ഫിൽ അർളി വബറഅ, ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഷർറുകളിൽ നിന്ന്, വശർരി മാ യഖ്റുജു മിൻഹാ, ഭൂമിക്കുള്ളിൽ നിന്ന് പുറപ്പെടുന്ന വിപത്തുകളിൽ നിന്ന്, വമിൻ ശർരി ഫിതനിൽ ലൈലി വന്നഹാർ, രാവിൻ്റെയും പകലിൻ്റെയും ഷർറുകളിൽ നിന്ന്, വമിൻ ശർരി കുല്ലി ത്വാരിഖിൻ യത്റുഖു ഇല്ലാ ത്വാരിഖൻ യത്റുഖു ബിഖൈർ, പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന്, നന്മയായി പെട്ടെന്നുണ്ടാകുന്നതൊഴികെ അല്ലാതെ വിപത്തുകളായി വരുന്ന പെട്ടെന്ന് ഉത്ഭവിക്കുന്ന എല്ലാ ഷർറുകളിൽ നിന്നും യാ റഹ്മാൻ, കാരുണ്യവാനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയണം നബിയേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലാൻ പറഞ്ഞു കൊടുത്തു, അഊദു ബികലിമാതില്ലാഹി താമ്മാതില്ലതീ ലാ യതജാവസുഹുന്ന ബർറും വലാ ഫാജിർ മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമിൻ ശർരി മാ യഅ്റുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർളി വബറഅ വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ശർരി ഫിതനിൽ ലൈലി വന്നഹാർ ومن شر كل طارق يطرق إلا طارقا يطرق بخير يا رحمن. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനമുണ്ട്. മഹാനായ അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അലി തങ്ങളോട് ചോദിച്ചു, ഹൽ ഇൻദകും മാ ലൈസ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഇല്ലാത്തത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ലാഹുവിൻ്റെ വചനങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല വല്ലദീ ഫലഖൽ ഹബ്ബത വബറഅൻ നസമ, ആരാണോ വിത്തുകളെ മുളപ്പിക്കുന്നത്, ആരാണോ ജീവജാലങ്ങൾക്ക് ജീവൻ നൽകി ഉണ്മ നൽകി അസ്തിത്വം നൽകുന്നത്, വബറഅൻ നസമ, ബറഅൻ നസമ മാ ഇൻദനാ ഇല്ലാ മാ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ളതല്ലാതെ മറ്റൊന്നുമേ ഞങ്ങളുടെ കയ്യിലില്ല, ഇല്ലാ ഫഹ്മൻ ഫീ കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിൽ ചില വചനങ്ങൾക്ക് പ്രത്യേകമായ ചില ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അള്ളാഹു ചിലർക്ക് നൽകുന്നുണ്ട്. അത് അലി തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഫഹ്മ്, ആയത്ത് അങ്ങനെ കാണൂ, അതിൽ പ്രത്യക്ഷമായി നമ്മൾ നോക്കുന്ന വിഷയം അതിലില്ല, പക്ഷേ ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിൽ കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹു നൽകുന്നൊരു ഫഹ്മല്ലാതെ അള്ളാഹിൻ്റെ കിതാബ് തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, അതിലാണ് അറിവ് മുഴുവനും കിടക്കുന്നത് എന്ന് പറയാൻ
വല്ലദീ ഫലഖൽ ഹബ്ബ വബറഅൻ നസമ. ഇങ്ങനെ ഹദീസിൽ രണ്ടിടങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ബാരി ആണ്, അല്ലാഹു ബാരി ആണ്. ജീവജാലങ്ങൾ വെറുതെ ഉണ്ടായി, നാച്ചുറൽ സെലക്ഷനിലൂടെ ഉണ്ടായി. ഡാർവിൻ പറയുന്ന പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ചില വളരെ അതിശക്തരായ സ്പീഷീസുകൾ മറ്റുള്ളവയെ നശിപ്പിച്ചുകൊണ്ട് അവർ മുൻകടന്നു വന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഏതെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഏതൊരു ജീവിയെ അള്ളാഹു പടച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ജീവിയുടെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായത് മുഴുവനും അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാം മനുഷ്യനെ അള്ളാഹു പറഞ്ഞയച്ചത് ലിയകൂന ഖലീഫത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിനിധിയാവാനാണ്. പടച്ചതമ്പുരാൻ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് അനുവർത്തിക്കാനും പഠിക്കാനും അറിയാനും അതനുസരിച്ച് ജീവിക്കാനുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മഅരിഫത്ത് കരസ്ഥമാക്കാനാണ്. അതിന് അല്ലാഹു തആല ആവശ്യമായതെല്ലാം മനുഷ്യന് നൽകി. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ പടച്ചു. മനുഷ്യന് ബുദ്ധി നൽകി, ചിന്തിക്കാനുള്ള കഴിവ് നൽകി, സംസാരിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ബയാൻ. അല്ലമഹുൽ ബയാൻ യാ മൻ യഹാറുൽ ഫഹ്മു ഫീ ഖുദ്റതിക് വതത്ലുബുൻ നഫ്സു ഹിമാ തഅതിക് വതഖ്ഫി അനിന്നാ വതുഖ്ഫി അനിന്നാസി സനാതുൽ അതിക് വകുല്ലുൽ ഖൽഖി മിൻ സുൻഅതിക്. അല്ലാഹുവേ, നിൻ്റെ ഖുദ്റത്തുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യബുദ്ധി അത്ഭുതപ്പെട്ടു പോവുകയാണ്. യാ മൻ യഹാറുൽ ഫഹ്മു ഫീ ഖുദ്റതിക്, അല്ലാഹുവേ, നിൻ്റെ കഴിവുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യബുദ്ധി പരിഭ്രാന്തമായി പോവുകയാണ്. വതത്ലുബുൻ നഫ്സു ഹിമാ തഅതിക്, നിൻ്റെ അനുസരണയുടെ ഒരു കാവലല്ലാതെ, നിന്നെ അനുസരിക്കുക എന്നൊരു കാവലല്ലാതെ മനുഷ്യനില്ല തന്നെ. വതുഖ്ഫി അനിന്നാസി സനാതുൽ അതിക്, അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ നിൻ്റെ ദാത്ത് ജനങ്ങളിൽ നിന്ന് നീ മറച്ചു വച്ചിരിക്കുന്നു. നിന്നെ കാണാൻ കഴിയില്ല കണ്ണുകൾക്കിവിടെ. വകുല്ലുൽ ഖൽഖി മിൻ സുൻഅതിക്, എല്ലാ സൃഷ്ടികളും അല്ലാഹുവേ നിൻ്റെ സൃഷ്ടിയാണല്ലോ. എല്ലാം നീ സൃഷ്ടിച്ചത്. എല്ലാറ്റിനും അതിൻ്റേതായ വകുപ്പുകളും അതിൻ്റേതായ വഴികളും അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. എല്ലാം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം തന്നെ വലുതാണ്. ചെവിയിൽ അല്ലാഹു നമുക്കൊരു ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് കയ്പാണ്, ശരിക്കും കയ്പാണ്. എന്തുകൊണ്ടെന്നാൽ ചെവിയിലേക്ക് ഏതെങ്കിലും കൊച്ചു ജീവജാലങ്ങളോ ഏതെങ്കിലും പ്രാണികളോ കയറി ചെന്നാൽ അവയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവർ തിരിച്ചു പോരും, അല്ലെങ്കിൽ അവിടെ ചത്തുപോകും. അല്ലാഹു തആല കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള വെള്ളത്തിന് അല്ലാഹു ഉപ്പുരുചിയാണ് കൊടുത്തത്. ഉപ്പുരസമുണ്ട്, കൺതുള്ളികൾക്ക് ഉപ്പുരസമുണ്ട്. എന്തിനാണത്? കൺപോളകളെ നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കുമല്ലോ, കൺപോളകളെ കൃത്യമായി കണ്ണിൻ്റെ ഐബോളിനെ വൈറസുകളുടെ അണുക്കളുടെ അറ്റാക്കുകൾ വരാതെ കണ്ണിനെ ശരിക്ക് അല്ലാഹു ഉപ്പുകൊണ്ട് കഴുകി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ കണ്ണിൻ്റെ കണ്ണുനീരിന് ഉപ്പുരുചിയാണ്. വായയിൽ വെള്ളമുണ്ട്, അതിന് രുചിയില്ല. എന്തുകൊണ്ട്? ഭക്ഷണം രുചിക്കണമെങ്കിൽ പിന്നെ അവിടെ വേറെ രുചി പാടില്ല. നമ്മുടെ ആ ഉമിനീരിന് വേറെ രുചിയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിലും അല്ലാഹു നിങ്ങൾക്ക് എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? വളരെ പെർഫെക്റ്റായിട്ട് അല്ലാഹു മനുഷ്യനെ പടച്ചു. അപ്പൊറ്റ സംശയം വരും, എന്നാൽ പിന്നെ കണ്ണ് കാണാത്തവരുണ്ടല്ലോ ഭൂമിയിൽ, ചെവി കേൾക്കാത്തവരുണ്ടല്ലോ, സംസാരിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ, നടക്കാൻ പറ്റാത്തവരുണ്ടല്ലോ, കിടപ്പിലാകുന്നവരുണ്ടല്ലോ, ശാരീരികമായ ഡിസബിലിറ്റി ഉള്ളവർ. അവരെയൊക്കെ ഡിസേബിൾഡ് എന്നൊരിക്കലും പറയില്ല. അവരെയൊക്കെ വിളിക്കേണ്ടത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ്, വ്യത്യസ്തമായ കഴിവുള്ളവർ എന്നാണ്. ഇപ്പോൾ യു എയിലൊക്കെ ഡിസേബിൾ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് അങ്ങനത്തെ വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, അസ്ഹാബുൽ ഹിമം എന്നാണ് പറയുക. ബാത്റൂമിന് മുമ്പിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അസ്ഹാബുൽ ഹിമം, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. വലിയ മനക്കരുത്തുള്ള ആളുകൾക്കുള്ളതാണ് ഈ പാർക്കിംഗ് അല്ലെങ്കിൽ ഈ ഇടം. കണ്ടില്ലേ? അസ്ഹാബുൽ ഹിമം, ഡിറ്റർമിനേഷൻ, മനക്കരുത്തുള്ളവർ.
അള്ളാഹു എന്തിനത് ചെയ്തു? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അള്ളാഹു ഏതെല്ലാം സൃഷ്ടിക്കുന്നുണ്ടോ, ഏത് അള്ളാഹു ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. ചില ഹിക്മത്ത് നമുക്ക് മനസ്സിലാവും, മനസ്സിലായത് നമുക്ക് ബോധിക്കുന്നു, അല്ലാത്തത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. റബ്ബേ ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ നിനക്കതിൽ ഹിക്മത്തുണ്ട്. അള്ളാഹു ഒന്നും വെറുതെ പടക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഓപ്പോസിറ്റുകൾ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രാവുണ്ടോ അവിടെ പകലുണ്ട്, നല്ലതുണ്ടോ ചീത്തയുണ്ട്, ഭംഗിയുള്ളതുണ്ടോ ഭംഗിയില്ലാത്തതുണ്ട്. മനുഷ്യർക്കിടയിൽ പോലും സ്ഥാന വ്യത്യാസങ്ങളുണ്ട്. ഉന്നത സ്ഥാനമുള്ളവരുണ്ട്, തീരെ സ്ഥാനമില്ലാത്തവരുണ്ട്. ദരിദ്രന്മാരുണ്ട്, നല്ല മുതലാളിമാരുണ്ട്. ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ട്. ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്. ഇത് അല്ലാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. ആ രീതിയിൽ പരിപൂർണമായ ശരീര വെടിപ്പൊത്ത ആളുകളുണ്ട്, അത് ഇല്ലാത്തവരുണ്ട്. അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകളിൽ ഒന്ന്, ഇതെല്ലാം പൂർണ്ണതയിൽ നൽകപ്പെട്ട ആളുകൾ ഇത്തരം ആളുകളെ കാണുമ്പോൾ അള്ളാഹു തങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ ഓർക്കാൻ വേണ്ടിയാണ്, അൽഹംദുലില്ലാ എന്ന് പറയാനാണ്. അള്ളാഹുവേ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണുകളുടെ കാഴ്ചയെ എടുത്തു കളയാൻ നിനക്ക് കഴിയുമായിരുന്നു. റബ്ബേ, നീ അത് ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ കൈകാലുകൾക്ക് നടക്കാനുള്ള കഴിവ്, എൻ്റെ അത്ര പോലും പ്രായമില്ലാത്തവർ, എൻ്റെ അത്ര പോലും വയസ്സില്ലാത്തവർ, എത്ര ആളുകൾക്ക് നടക്കാൻ കഴിയാതിരിക്കുന്നു, ഇരിക്കാൻ കഴിയാതിരിക്കുന്നു, ബാക്ക് പെയിനായിട്ട് ബെഡ് റിഡനായി കിടക്കുന്ന എത്ര ആളുകൾ. അല്ലാഹുവേ, നീ എനിക്ക് ആ ഒരവസ്ഥ വരുത്താതെ നീ എനിക്ക് നിഅമത്ത് തന്നല്ലോ എന്ന് നാവിൽ ശുക്ർ വരാൻ അള്ളാഹു ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് അവർക്ക് ലഭിച്ചതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഇതൊരു വലിയ അനിവാര്യതയാണ്. അങ്ങനെ ഒരു ന്യൂനത കണ്ടില്ല എങ്കിൽ പൂർണ്ണതയുടെ വാല്യൂ, അതിൻ്റെ മഹത്വം മനുഷ്യനറിയാതെ പോകും. ഒരു ഹിക്മത്ത് അതാണ്. പിന്നെ ആ പ്രയാസം അനുഭവിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്നൊരു ഇബ്തിലാ ആണ്, അള്ളാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദ്യമില്ല നീ എന്തിനിത് ചെയ്യുന്നു, പക്ഷെ നമ്മളോട് ചോദ്യമുണ്ട്. അള്ളാഹു അങ്ങനെ ചെയ്തു, ചില ആളുകളെ അള്ളാഹു അതിനെ തിരഞ്ഞെടുത്തു. അവരെങ്ങാനും ക്ഷമിക്കുകയാണെങ്കിൽ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുകയും ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ യഖൂലൂൻ, അവർ പറയും എന്താ, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ് റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരുന്നവരാണ്. ആയത്തിൻ്റെ തുടക്കം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി, ഇപ്പോഴും പേടി. ചിലർ പറയില്ലേ, മുമ്പൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു, ഇപ്പോൾ ആ ധൈര്യമൊക്കെ പോയി ഭയങ്കര പേടിയാണ്. ചില രാജ്യത്തൊന്നാകെ പേടി, മനസ്സിനുള്ളിലൊരു ഭയം. എന്താണ് സംഭവിക്കുക, എന്തായിരിക്കും അടുത്ത ഭാവി, നമ്മുടെ മക്കളെ കാലമാകുമ്പോൾ എന്താവും. ഖൗഫ് അള്ളാഹുവിൻ്റെ രീതിയാണ്, അതുണ്ടാവും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് കുറച്ചുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. അതൊരു പരീക്ഷണമാണ്. ഇപ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ സംഭവിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു ഇബ്തിലാ ആണ്. അതിലൊന്നും അള്ളാഹ് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ കോപമുണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ സംഭവിച്ചു, അങ്ങനെയൊന്നും പറയാനോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്ന ആളുകളാണോ, തിന്മ ചെയ്യുന്ന ആളുകളാണോ, അവർക്കത് അദാബാണ്. അല്ലാത്ത ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അതൊന്നും ഒരു കുരുത്തക്കേടാണെന്നൊന്നും പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഇബ്തിലാ ആണ്, അത്രേ അതിനർത്ഥം കൊടുക്കേണ്ടതുള്ളൂ. അള്ളാഹുവിൻ്റെ ഒരു ഇബ്തിലാഇനവർ വിധേയമായി, അത് കുറച്ച് കഴിഞ്ഞ് അള്ളാഹു നീക്കി കൊടുക്കും. ഇബ്തിലാവുകൾ വരും. നഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ്, ശരീരത്തിൽ എന്തെങ്കിലും കുറവ് വരും. പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന അവയവങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടും, കാഴ്ച നഷ്ടപ്പെടുന്നു, കേൾവി കുറഞ്ഞു പോകുന്നു, നടക്കാൻ കഴിയാതെ പോകുന്നു, ഓടാൻ പറ്റാതായി പോകുന്നു, ഇരിക്കാൻ പറ്റാണ്ടായി പോകുന്നു. ഇതൊക്കെ നഖ്സുകളാണ്, ന്യൂനതകളാണ്. അള്ളാഹു ചിലതങ്ങനെ വരുത്തി വെക്കുന്നു. എന്നിട്ട് പറഞ്ഞു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. ആരാ ക്ഷമിച്ചിട്ട് എന്താ പറയേണ്ടത്? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ
ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ടെർമിനേഷൻ ലെറ്റർ വന്നു, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലെറ്റർ വന്നു, ജോലി പോവുകയെന്ന് വന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊരു മുസീബത്താണ്. പക്ഷേ ആ മുസീബത്ത് അള്ളാഹു നീ കണക്കാക്കിയതാണ്. ഇന്നാ ലില്ലാഹ്. ഏതൊരു മുസീബത്തിൻ്റെയും അവസാനം ഒരാൾ മരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ നിനക്കുള്ള ആൾക്കാരല്ലേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോരണ്ടേ, ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരാനുള്ളവരല്ലേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കൂ നബിയേ. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. പരീക്ഷണം അനുഭവിക്കുന്നവർ, രോഗം വന്നു, സുഖം വന്നു, ഇതൊന്നും നമ്മൾ ഒറ്റടിക്ക് നമ്മൾ ആരെയും അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് പറയരുത്. ഇപ്പം ക്യാൻസർ വന്നു, അതൊരു ശിക്ഷയൊന്നുമല്ല, അങ്ങനെ പറയരുത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്തിലാ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഫാജിറായ ഒരാളാണ്. ആരാണ് ഈ ഫാജിർ എന്ന് പറഞ്ഞാൽ? തെറ്റുകൾ ചെയ്യാൻ അശേഷം മടിയില്ലാതെ പരസ്യമായി തെറ്റ് ചെയ്ത് നടക്കുന്ന ആൾ. അത്തരക്കാർക്ക് അത് അദാബാണ്. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങ് ചുഴിഞ്ഞ് അന്വേഷിച്ചിട്ട് വേറെ എന്തെങ്കിലും കുരുത്തക്കേടുന്ന കാരണങ്ങളുണ്ടോ, ഇതൊന്നും നോക്കിയെടുക്കേണ്ട പണി നമ്മുടേതല്ല, നമ്മളത് ചെയ്യരുത്. ഇബ്തിലാഉകളാണ്, അത്രേ ഉള്ളൂ. നല്ല നല്ല സ്വാലിഹീങ്ങൾ കത്തി കൊണ്ട് കുത്തേറ്റ് മരിച്ചിട്ടില്ലേ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു, സുഹാബിമാർ, ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോഴാ വല്ല കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കുത്തേറ്റ് കൊണ്ട് മരിച്ചവരാ നിസ്കരിക്കുമ്പോൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇബ്തിലാഅകൾ ഏതൊക്കെ രീതിയിലാണ് നമുക്കറിയില്ല. നമ്മളാരും അതിനെ ജഡ്ജ് ചെയ്യരുത്, അത് നമ്മുടെ ജോലിയല്ല. നമുക്ക് തർഹ്മ് വേണം, മനസ്സിൽ കരുണ തോന്നണം. പാവം കേട്ടോ, അള്ളാഹു സലാമത്ത് ചെയ്യട്ടെ, വിഷമത്തിലാണ്, അള്ളാഹു വളരെ പെട്ടെന്ന് അവർക്ക് ഒരു ആശ്വാസം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് മുഅ്മിനീങ്ങളുടെ ഖൽബിൽ നിന്ന് വരേണ്ടത്, നാവിൽ നിന്ന് വരേണ്ടത്. ഫാജിരീങ്ങളാണെങ്കിൽ പോലും നമുക്കത് പറയാൻ പാടില്ല. നമുക്കറിയില്ലല്ലോ ആൾ ഫാജിറാൻ. ഒരു പക്ഷേ തലേന്ന് രാത്രി അയാൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ ഒരാളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത്? കുരുത്തക്കേട് എന്ന് പറഞ്ഞ സംഭവം വെച്ച് കെട്ടി കൊടുക്കരുത്. ഇന്ന് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്, വല്ലാണ്ടൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ടങ്ങോട്ട് പൊക്കിയിട്ട് എന്തോ അങ്ങനെ പറഞ്ഞാലേ സമാധാനമാവുള്ളൂ എന്ന്. അങ്ങനെ സംഭവമില്ല. കലിമ ചൊല്ലി ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞത് മുഅ്മിനായ മനുഷ്യൻ്റെ ളാഹിറായ ഒരു അടയാളമാണ്. അതില്ലാതെയും മരിക്കാം. വെള്ളിയാഴ്ച രാവിലെ തന്നെ മരിക്കണമെന്നില്ല, ചൊവ്വാഴ്ച മരിക്കുക. എത്ര മഹാന്മാർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ മരിച്ചിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല. അവരും അള്ളാഹും തമ്മിൽ അലാഖത്ത്, ബന്ധം എങ്ങനെയുണ്ട് അതിനനുസരിച്ചിരിക്കും അത്. നമ്മളാരും എന്ത് ചെയ്യരുത്? പൊടിപ്പും തുങ്ങലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കറാമത്ത് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഉള്ളതുപോലെ അത്രയേ വേണ്ടൂ, അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ലാ തുസക്കു അൻഫുസക്കും. നമ്മൾ ആരെയും പുണ്യവാളന്മാരായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് പാടില്ലെന്നാണ്. അത് അല്ലാഹു വലാ നുസക്കി അലല്ലാഹി അഹദ, അത് പടച്ചവന് മാത്രമുള്ള വിഷയമാണ്.